കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രാ ചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 69ാമത് സൗജന്യ നേത്രാ ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. 2026 ജനുവരി 25 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിജയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഉള്ളവർക്കറിയാം, വലിയ പഞ്ചായത്താണ്. 24 വാർഡുകളുള്ള 37 കിലോമീറ്റർ ചതുരശ്ര വിസ്തൃതിയുള്ളൊരു പഞ്ചായത്താണ്. അപ്പം നമുക്കൊരുപാട് പരിമിതികളുണ്ട്. ഏകദേശം 2 പഞ്ചായത്താവേണ്ട സ്ഥാനത്താണ് ഈ ഒരു പഞ്ചായത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. നേരത്തെ അദ്ദേഹം നിർത്തിയെടുത്ത് തന്നെ തുടങ്ങുകയാണ്. നമ്മുടെ പാലിയേറ്റീവ് സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് നടക്കുന്നത്. പാരിപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും പാലിയേറ്റീവിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാഫും ഒരു വാഹനവുമാണ് പാലിയേറ്റീവിനുള്ളത്. ഏകദേശം നമുക്ക് പാലിയേറ്റീവ് പേഷ്യൻ്റായിട്ട് ഏകദേശം 300ഓളം പേരാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്, കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ. അപ്പം അതിൽ നമ്മുടെ ഈ ഒരു നഴ്സിനും ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഓടിയെത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ഈ ഭരണസമിതി വന്ന ആദ്യമെടുത്ത തീരുമാനം നിലവിൽ ഒരു നഴ്സിനെയും ഒരു വാഹനവും കൂടി എടുക്കാനാണ്. അങ്ങനെ ഇപ്പോൾ 2 വാഹനവും അതിനാവശ്യമായ സ്റ്റാഫിനെയും വെച്ചുകൊണ്ടാണ് പാലിയേറ്റീവ് സംവിധാനം ഓടുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും കിടപ്പ് രോഗികളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ PHCയിൽ പോയി റിപ്പോർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ആശാവർക്കർമാരോട് ഈ വിവരം പറഞ്ഞാൽ അവരവിടെ റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് നമ്മുടെ വീടുകളിലെത്തി അവർക്ക് ആവശ്യമായ പരിചരണം കൊടുക്കുകയും അവർക്ക് വാട്ടർ ബെഡോ അതുപോലെയുള്ള മറ്റ് വാക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീൽ ചെയറോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നൽകുന്ന സംവിധാനമാണ് നമ്മൾ നടത്തി വരുന്നത്. അപ്പം നമുക്ക് അതിനെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതികൾ ഉണ്ട്. നമുക്ക് ഈ വലിയ പഞ്ചായത്തിൽ ഈ ചെറിയ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലാണ് നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ റൂൾ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വയോജന കേന്ദ്രമുണ്ട്. നമ്മുടെയൊക്കെ മക്കൾ ഇന്നിവിടെ ഇരിക്കുന്ന ഒരുപാട് പ്രായമായ അച്ഛനമ്മമാരാണ്. നമുക്കറിയാം, നമ്മളെ മക്കളെയെല്ലാം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർക്ക് 3 നേരം ഭക്ഷണം കൊടുത്ത് നമ്മൾ വർഷത്തിൽ 1-2 വസ്ത്രം വാങ്ങി അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും സൗകര്യങ്ങളും എല്ലാം കൊടുത്ത് വളർത്തിയ മക്കളാണ്. പക്ഷെ അവർക്ക് ഇപ്പോൾ ജോലിയെല്ലാം ആയി കഴിയുമ്പോൾ നമ്മളെ നോക്കാനുള്ള സമയവുമില്ല, അതിനുള്ള മനസ്സുമില്ല. അപ്പോൾ അച്ഛനമ്മമാർ വളരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കളാണ് ഇപ്പോൾ അച്ഛനമ്മമാരോട് ഇത്തരം നീചമായ പ്രവൃത്തികൾ കാണിക്കുന്നത്. അന്ന് നമ്മൾ സമൂഹത്തിൽ കൂടുതലായി കണ്ടുവരുന്നതാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ ഇന്നൊക്കെ കൂണുകൾ പോലെ വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും വളർന്നു വരുന്നത്. കാരണം മനസ്സുള്ള ഈ അച്ഛനമ്മമാരെ പോറ്റുവാൻ മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം സംഘടനകൾ നടത്താൻ കഴിയൂ. അതിനകത്ത് റൂൾ സംഘടനയോടൊക്കെ നമുക്ക് വളരെ ബഹുമാനമാണ്. കാരണം ഇപ്പോൾ തന്നെ 50 പേരാണ് അച്ഛനമ്മമാരവിടെ ഉള്ളത്. അപ്പോൾ ഈ അച്ഛനമ്മമാരും നമ്മളെ പോലെ ഓരോ കുടുംബങ്ങളിൽ കഴിയേണ്ടവരാണ്. അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ വലിച്ചെറിഞ്ഞ് ഇന്ന് ഇത്തരം കേന്ദ്രങ്ങളിൽ വന്ന്
പക്ഷേ അവർക്ക് അവിടെ കിട്ടുന്ന കെയർ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ കിട്ടുന്നതിനെക്കാട്ടും വലുതാണ്. കാരണം ഞാൻ ഇത്തരത്തിൽ എൻ്റെ മക്കളെയും കൊണ്ടെല്ലാം തന്നെ ഞാൻ ഈ ഇത്തരം സ്ഥാപനങ്ങൾ സന്ദർശിക്കാറുണ്ട്. കാരണം ഇനിയൊരു തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ട് വളരണം. കാരണം എങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റമുണ്ടാകൂ. കാരണം അവരും വളർന്ന് വലുതായി അവരും ജോലിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഗതി ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളെ ഇത്തരം ശീലങ്ങൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ മക്കളെ എല്ലാം തന്നെ നമ്മൾ ഏതെങ്കിലും നമുക്കറിയാം, നമ്മളിന്ന് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് ടൂർ പ്രോഗ്രാമിനും മറ്റുമെല്ലാം വിടുന്നത്. പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ആ അച്ഛനമ്മമാരെ കാണിക്കണം. എന്നിട്ട് അവരോട് ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഞാൻ വന്നപ്പോഴേ ഇവിടുത്തെ ഡയറക്ടറോട് ഞാൻ സംസാരിച്ചത്, ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം കുഞ്ഞുങ്ങളെല്ലാം ടൂർ കൊണ്ടുപോകുന്നത് മൈസൂറിലും അല്ലെങ്കിൽ ഊട്ടിയിലും കൊടൈക്കനാലും അങ്ങനെ പല സ്ഥലങ്ങളിലാണ്. പക്ഷേ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെങ്കിലും ടൂർ പോക്ക് അതൊക്കെ അവരുടെ ആവശ്യമാണ്, അവരുടെ പ്രായത്തിൽ ഇതെല്ലാം അവർക്ക് ആവശ്യമാണ്. പക്ഷേ അവരെ ദൂരെ എങ്ങും പോണ്ട, തിരുവനന്തപുരം വരെ പോയാൽ മതി, 10-40 കിലോമീറ്റർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ. നമ്മുടെ തിരുവനന്തപുരത്ത് ക്യാൻസർ സെൻ്ററുണ്ട്. നമുക്കറിയാം, ആരാലും ഒന്നും ചെയ്തിട്ടല്ല ഇന്ന് ക്യാൻസർ രോഗികളായി അവിടെ വരുന്നത്. പൊടി കുഞ്ഞുങ്ങൾ, 2 വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് കരിക്കരുതെന്ന് പറഞ്ഞാൽ അവരതേ ചെയ്യും. ഈ പ്ലാസ്റ്റിക്കിൽ നിന്നും അതും പോലെ മറ്റ് വിഷവസ്തുക്കളെല്ലാം ആ ഗർഭിണിയായിരിക്കുമ്പോൾ ആ അമ്മ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമാണ്, കഴിക്കുകയും അല്ലെങ്കിൽ ഇത് പുക ശ്വസിക്കുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ ഫലമാണ് ആ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസറായി മാറുന്നത്. അപ്പോൾ ആ കുട്ടികളടക്കം അവിടെ വന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കളെയെല്ലാം ഇത്തരത്തിൽ ടൂറെല്ലാം പോകുന്ന ഘട്ടത്തിൽ തന്നെ ഇവരെയെല്ലാം ഒരു അരമണിക്കൂറെങ്കിലും കൊണ്ടുപോയി ആ ക്യാൻസർ സെൻ്ററിൻ്റെ മുമ്പിലെങ്കിലും ഒന്ന് നിർത്താൻ നമ്മൾ തയ്യാറായാൽ ഒരിക്കലും ഈ കുട്ടികൾ ഈ തെറ്റായ വഴിയിലേക്ക് പോകില്ലെന്നാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് പാൻപരാഗും അതുപോലെ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും എല്ലാം ഉപയോഗിച്ച് അവരെല്ലാം ക്യാൻസറിന് അടിമയാവുകയാണ്. അപ്പോൾ അതിനൊരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യണം. അതിന് നമ്മുടെ അച്ഛനമ്മമാർ അതിനും കൂടി തയ്യാറാവണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർ ഒരുപാട് പേര് എല്ലാം പ്രായമുള്ളവരാണ് ഇരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നമുക്ക് കണ്ണില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ കണ്ണുള്ളപ്പോൾ നമ്മൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ലെന്ന് പറയുന്നത്, നമ്മൾ കാഴ്ച അറിയില്ലെന്ന് പറയുന്നതൊക്കെ നമുക്ക് കണ്ണുള്ളപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അവർക്ക് കണ്ണില്ലാതായാൽ ഒരു മൂലയിൽ കൂടിയിരിക്കേണ്ട ഗതിയാണ്. അപ്പം അതിന് ഒരാശ്രയമാണ് അരവിന്ദ് കണ്ണാശുപത്രിയും അതുപോലെ തന്നെ നമ്മുടെ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് നിങ്ങൾക്ക് ഒരുക്കുന്നത്. അപ്പോൾ നേരത്തെ അദ്ദേഹം ഒരേ പരിഭവങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ അച്ഛനമ്മമാർ പോകുമ്പോൾ അതെല്ലാം നമ്മളെ ഒരാൾ സഹായിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ പോയി തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ തുടർന്നും ഇനി വരുന്ന ആളുകൾക്ക്, മറ്റുള്ള ആളുകൾക്ക് അതൊരു മാർഗദർശിയായി മാറും. കാരണം നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതങ്ങ് അവസാനിപ്പിച്ചാൽ ഇനിയും നമ്മുടെ എത്രയോ അച്ഛനമ്മമാർക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ത്രിമിത ശസ്ത്രക്രിയ ആയാലും മറ്റും എല്ലാം ചെയ്യാൻ പോകാനുള്ള അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാവാതെ നമ്മുടെ അച്ഛനമ്മമാർ പോയി തിരിച്ചു വരണം എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സംരംഭം എത്രയോ വർഷങ്ങളായി നടക്കുകയാണ്. ഞാനും പണ്ട് എൻ്റെ അമ്മയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരാശ്രയമാണ്. അപ്പോൾ ഇതിനെ മുൻകൈ പ്രവർത്തനം നടത്തുന്ന ഇതിൻ്റെ ഡയറക്ടറെയും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരെയും എല്ലാം തന്നെ ഈ അരവിന്ദ് കണ്ണാശുപത്രി എല്ലാം തന്നെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം കൂടി ഞാൻ ഇത്തരം ഒരു വേദിയിൽ നിന്ന് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഇദ്ദേഹം തന്നെ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ 50 അമ്മമാർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം വലിയ സമ്പന്നനായി അദ്ദേഹം ഈ പൈസയെല്ലാം ചിലവഴിക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല. ലക്ഷക്കണക്കിന് രൂപ കടമെടുത്തും ബാങ്ക് ലോണും മറ്റും എല്ലാമായി നിൽക്കുന്ന ആളാണ്. നമുക്കൊക്കെ ചെറിയ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും.
നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയെല്ലാം വീണ്ടെടുത്ത് നമുക്കൊരു രൂപ പോലും ചിലവില്ലാതെ നമ്മളിതെല്ലാം പോയി വരുമ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്താൽ ആ അച്ഛനമ്മമാർക്ക് ഒരുപാട് സഹായമായിരിക്കും. നമ്മൾ അവിടെ ചെന്ന് അവരുടെ ആ ചിരി കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സ് നിറയുന്നത്, സത്യം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവിടെയൊക്കെ സന്ദർശിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവൂ. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഉർവൽ സിംഗ് എം സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഈ 9 വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്യാമ്പിലൂടെ വന്നുപോയത്. 10,000-കണക്കിന് ഓപ്പറേഷനുകൾ നമുക്ക് നേത്ര ചികിത്സയിലൂടെ കണ്ണിൻ്റെ പുതുവെളിച്ചം നൽകുവാൻ കഴിഞ്ഞു. നമുക്കറിയാം, തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം. ആരും ഇല്ലാത്ത ആൾക്കാരെ മാത്രമാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത്. ഇന്ന് 50ഓളം ആളുകൾ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം താമസിക്കുന്നു. തൊട്ടടുത്ത ദിവസം എൻ്റെ ഈ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശത്തുള്ള പഞ്ചായത്തിലെ പ്രസിഡൻറ്റും അവിടുത്തെ 2 മെമ്പർമാരും കൂടി എന്നെ വിളിച്ചിട്ട് എൻ്റെ ഓഫീസിൽ വന്നു. എൻ്റെ ഓഫീസിൽ വന്നിരുന്ന് ആ 3 പേര് കൂടി ഒരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. ആരുമില്ലാത്ത 2 പേർ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഇളിക്ക് താഴെ തളർന്ന് കിടക്കുകയാണ്. സംരക്ഷിക്കാൻ ആരുമില്ല, ഏറ്റെടുക്കണം എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ മറിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാഹനത്തിലും അവർ പഞ്ചായത്തിൻ്റെ വാഹനത്തിലും ഈ അച്ഛന്മാരെ വീട്ടിൻ്റെ മുൻപിലെത്തി. ഞാൻ കയറുമ്പോൾ കണ്ട കാഴ്ചകളെല്ലാം പുറം ലോകത്തേക്ക് പറയാൻ കഴിയില്ല. ആ പ്രസിഡൻറ്റിനെയും മെമ്പർമാരെയും കൂടാതെ ആ പ്രദേശത്തുള്ള 3 സ്ത്രീകൾ കൂടി ആ കുടിലിനുള്ളിലേക്ക് വന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ഇന്നലെയാണ് ഈ അമ്മ ഒന്ന് കുളിക്കുന്നത്, അമ്മയുടെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം വീഴുന്നത്. ആ അമ്മ കുളിച്ചിട്ട് വർഷങ്ങളായി. ആ അമ്മയുടെ മുടിയെല്ലാം ജടയായി. എങ്ങനെ ആ മുടിയെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞത്, മനുഷ്യരെ അപ്പുറം ഇതാരും കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാറില്ല. അവർക്ക് ആഹാരം മാത്രം കൊടുക്കുമായിരുന്നു. ഇവർ തന്നെ ആ അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി മുടിയെല്ലാം വെട്ടി ഞാൻ ചെല്ലുമ്പോൾ അവിടെ എത്തിയിരിക്കുക. അതൊരു സഹോദരിയാണ്. തൊട്ടടുത്തിരിക്കുന്ന കട്ടിലിരിക്കുന്ന അച്ഛനെ കണ്ടു, ഞാൻ സംസാരിച്ചു. സഹോദരനാണ് ഈ അമ്മയുടെ സഹോദരൻ. കാല് മുറിച്ചു മാറ്റി നടക്കാൻ കഴിയാതെ ആ അച്ഛനും കട്ടിലിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ആ പഞ്ചായത്തിലും പാലേറ്റീവ് ഉണ്ട്. പാലേറ്റീവ് ഞാൻ കുറ്റം പറയല്ല. എന്തുകൊണ്ട് ഇതൊന്നും പാലേറ്റീവിയുടെ കണ്ണിൽപ്പെട്ടില്ല? ഇത്രയും വർഷമായ ഒരമ്മ കുളിക്കാതെ ആ വീട്ടിനുള്ളിൽ കിടക്കുമ്പോൾ മാനസികമായി പോയും ആ അമ്മ നേരിട്ട പ്രയാസങ്ങൾ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, ഒരു വാക്ക് പോലും പറയാതെ ഞാൻ പ്രസിഡൻ്റടുത്ത് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് നാളെയെങ്കിൽ നാളെ ഈ അമ്മയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ സമുദ്രതീരത്തിലേക്ക് വരാൻ പറഞ്ഞു. അവർ 2 പേരും അതനുസരിച്ച് പിറ്റേ ദിവസം തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ചേർന്ന് ഇവരെ 2 പേരെയും കൊണ്ട് സമുദ്രതീരത്തിൽ വന്നു. എന്നാൽ അവർ പറഞ്ഞ അനുസരിച്ച്, ആ 3 സ്ത്രീകൾ പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ ആ അമ്മയെ ചെല്ലി കടിച്ച്, ദേഹം മുഴുവനും ചെല്ലി കടിച്ച്, ഈ അച്ഛനെയും ചെല്ലി കടിച്ച് പാടുകളുണ്ട്. ഈ വീടിനകത്ത് മൊത്തം വിറവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇതെല്ലാം പറക്കി വെളിയിലിട്ടിട്ടാണ് ഈ വീട് വൃത്തിയാക്കിയ ഈ 3 സ്ത്രീകൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഈ അഡ്മിഷൻ ഇവിടെ എത്തിയപ്പോൾ അഡ്മിഷനെല്ലാം എഴുതി തീർന്ന് ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും പോയതിന് ശേഷം അമ്മയുടെ ഡ്രസ്സ് മാറുവാൻ വേണ്ടി എൻ്റെ ഭാര്യ ഉൾപ്പെടെയാണ് നിലയിലേക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നുമാണ്. അമ്മയുടെ മാറിൻ്റെ താഴെയായിട്ട് കൊടുവാളിനെ വെട്ടിയൊരു പാട്, ഒരു മുറിവാണ്.
ഇത് ഡ്രസ്സ് മാറി ഞാൻ അപ്പോൾ ഓഫീസിലില്ല, എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർക്ക് ഹോസ്പിറ്റലിൽ എടുക്കാൻ കഴിയില്ല. ഇത് കൊടുവാളിന് വെട്ടിയ പാടാണ്. എങ്കിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഡോക്ടർ സ്റ്റിച്ചിട്ടു. ആ അമ്മയ്ക്ക് 17 സ്റ്റിച്ചുണ്ടായിരുന്നു. ഇതൊന്നും അറിയിക്കാതെയാണ് ഇവർ നമ്മുടെ ഈ അനാഥാലയത്തിലേക്ക് അഡ്മിഷൻ എടുക്കാനെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർക്കും അറിയത്തില്ല, അവർ ആണുങ്ങളാണ്. ഇത് കുളിപ്പിച്ച ആ സ്ത്രീകൾക്കറിയാൻ കഴിയുമായിരുന്നു ഇത്രയും ആഴത്തിലുള്ള മുറിവുണ്ടെന്ന്. അപ്പോൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ഡ്രസ്സ് ചെയ്ത് എല്ലാം കൊണ്ടുവന്ന് ഇന്ന് അതിൻ്റെ ഉള്ളിൽ 2 സഹോദരനും സഹോദരിയും താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ അഡ്മിഷനും എടുക്കുന്നത്, എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഓരോരുത്തരെ വീടുകളിൽ പോവുക. ഈ 6 വർഷത്തിനിടയിൽ 690 പേരാണ് ഒരു അഡ്മിഷന് വേണ്ടി ഞങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടിയെത്തിയത്. എൻ്റെ 167 പേരെ ഞാൻ ഏറ്റെടുത്തു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങാതെ, കൃത്യമായി ആരും നോക്കാൻ സംരക്ഷിക്കാനില്ലെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് എൻ്റെ പഞ്ചായത്തിൽ നിന്നല്ല, ചാലക്കുടി മുതൽ ഇങ്ങോട്ട് ഉള്ള ആളുകളിൽ ഈ സമുദ്രത്തിൽ താമസിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം എൻ്റെ സമുദ്രതീരത്തിലും പ്രസിഡന്റ് പുതിയതായി ചാർജ് എടുത്തതാണ്. അവിടെയും പാലേറ്റ് കയറിയിട്ട് 8 മാസം കഴിഞ്ഞു. 8 മാസത്തിനിടയിൽ ഇലക്ഷന് തൊട്ടടുത്ത ദിവസത്തിലാണ് വാർഡിലെ മെമ്പറുടെ അടുത്ത് ഞാൻ പറയുന്നത്, ഞങ്ങളെ സ്ഥാപനത്തിൽ പാലേറ്റ് വന്നിട്ട് 8 മാസമായെന്ന് പറയുമ്പോൾ അവിടെ പാലേറ്റ് ഓടിയെത്തുന്നത്. എന്നാൽ അതിനപ്പുറം പല ഹോസ്പിറ്റലിലും ഞങ്ങൾക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണത്താലാണ് ഞങ്ങളും ഇവരെ ബന്ധപ്പെടാതിരുന്നത്. എങ്കിലും ഓടിയെത്തേണ്ട കടമ അവർക്കുള്ളതാണ്. ഇപ്പോൾ തന്നെ തൊട്ടടുത്തായി ഒരു സബ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും അവിടെ നേഴ്സുമാരും മാത്രമേ ഉള്ളൂ, ഡോക്ടർമാരില്ല. ഇപ്പോൾ ഡോക്ടർമാരുണ്ടെങ്കിൽ മാത്രമേ ആ 2 കോളനിയിലെ ആളുകൾക്ക് അതിൻ്റെ സേവനം കിട്ടുകയുള്ളൂ, ഞങ്ങൾക്കും കിട്ടാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഒരാൾ മരണപ്പെട്ടാൽ മറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ കൊണ്ടുവന്ന് വേണം അത് മരണം സ്ഥിരീകരിക്കുവാൻ. അതിന് ഞങ്ങൾക്ക് ഏറെ പ്രയാസമാണ്. അത്തരം കാര്യം കൂടി ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് പുതിയതായി ചാർജ് എടുത്ത അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ, ഡോക്ടർ ബേസിൽ മുഹമ്മദ്, ഡോക്ടർ സ്വാതി കൃഷ്ണ, ഡോക്ടർ അനിരുദ്ധൻ, ഡോക്ടർ റസിക തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കണ്ടുപിടിക്കുകയും ആവശ്യമായ പേഷ്യൻസിന് തിമിരം ഓപ്പറേഷൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മുന്നേ സാറ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതൊക്കെ അസുഖത്തിനാണോ മരുന്ന് കഴിക്കുന്നത്, ഇപ്പോൾ അത് ഹാർട്ടിനായിക്കോട്ടെ, ഷുഗറിനായിക്കോട്ടെ, പ്രഷറിനായിക്കോട്ടെ, ജന്നി ആയിക്കോട്ടെ, ഏതിനാണോ കഴിക്കുന്നത് അത് കറക്റ്റായി പറയുക. അല്ലെങ്കിൽ അത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഓപ്പറേഷൻ നടക്കുകയില്ല. അത് നിങ്ങൾക്ക് കൂടുതൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ എന്തിനാണോ മരുന്ന് കഴിക്കുന്നത് അത് കറക്റ്റായി പറയണം. പിന്നെ കാഴ്ച മങ്ങുന്നത് തിമിരം കൊണ്ട് മാത്രമല്ലായിരിക്കും. നിങ്ങൾക്ക് ഷുഗറാണോ പ്രഷറുണ്ടോ അതുമൂലം ഞരമ്പിനെ ബാധിക്കാം. അതുകൊണ്ട് തിമിരം കൊണ്ട് മാത്രമല്ലായിരിക്കും നിങ്ങൾക്ക് കാഴ്ച മങ്ങുന്നത്. അപ്പം ഷുഗർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞരമ്പിൽ, കണ്ണിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ അല്ലാതെ ഒരു ഡേറ്റിൽ റെഫർ ചെയ്യും ഞരമ്പിൻ്റെ ഡോക്ടറിനെ കാണാൻ അരവിന്ദിലേക്ക്. അപ്പം മാക്സിമം എല്ലാവരും ക്യാമ്പ് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇവിടെ ഇരിക്കുന്ന കുറേ പേഷ്യൻസും ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തതായിരിക്കും, അടുത്ത കണ്ണും ഓപ്പറേഷൻ ചെയ്യാത്തതായിരിക്കും. അപ്പം 2 കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ കണ്ണാടി കൊടുക്കുന്നത്. അപ്പോൾ ഒരു കണ്ണിൽ തിമിരം ഉണ്ടായിട്ട് അടുത്ത കണ്ണിൽ, ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ട് അടുത്ത കണ്ണിൽ തിമിരം ഉണ്ടായിട്ടുണ്ടെങ്കിലും കണ്ണട കൊടുക്കുന്നതല്ല. കാരണം കണ്ണട ഇത് വെച്ചാൽ നിങ്ങൾക്കത് ഉപയോഗമാകത്തില്ല. അപ്പോൾ മാക്സിമം 2 കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടേ കാഴ്ചക്കുള്ള കണ്ണാടി തരുകയുള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും ഈ ക്യാമ്പ് നിങ്ങളെ ആവശ്യം, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ബുദ്ധിമുട്ട് അതെല്ലാം ഡോക്ടറിനോട് പറയുക.
സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തിവരുന്നുണ്ട്. ആകെ 750 പേർ പരിശോധന നടത്തിയ ക്യാമ്പിൽ നിന്നും 185 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.